ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിറ്റിൽ ടോക്സ് വിത്ത് അർച്ചന. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? എങ്ങനെ പോകുന്നു എല്ലാവരുടെയും സൺഡേ ഒക്കെ? അടിപൊളിയായിട്ട് പോകുന്നില്ലേ? ഞാനിവിടെ സൂപ്പറായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം പ്രിയതമൻ്റെ, അതായത് എൻ്റെ ഭർത്താവ് എന്നൊക്കെ ഭർത്താവെന്ന് പറയാമല്ലോ. അപ്പോൾ എൻ്റെ അപ്പൂട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ 5th. സോ നിങ്ങൾക്കറിയാമല്ലോ, എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ അന്ന് തന്നെ ഞാൻ വീഡിയോ ഇടുന്നത് വളരെ കുറവാണ്. സോ അത് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടിയത് എനിക്ക് ഇന്നായതുകൊണ്ട് ഞാനത് ഇന്ന് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടിടുന്നു. സോ ബർത്ത്ഡേൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് ഡെക്കറേറ്റ് ഐറ്റംസ് ഫ്ലിപ്കാർട്ടല്ല ബ്ലിങ്കിട്ടെന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ബലൂൺസും അതുപോലെ റെഡ് ക്യാൻഡിൽസൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ആദ്യം കാണിച്ചത് നിങ്ങളെ റെഡ് ക്യാൻഡിൽസ്. പിന്നെ ബലൂൺ ഊതി വീർപ്പിക്കാനുള്ള ത്രാണി എനിക്കില്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് പമ്പ് ചെയ്യാനുള്ള പമ്പ് സെപ്പറേറ്റ് വാങ്ങി. കാര്യം ഊതി വീർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ പമ്പ് വാങ്ങിച്ചത്. വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ റിസപ്ഷൻ്റെ ആ ടൈമിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വീട്ടിലുള്ള സാധനം എനിക്കിവിടെ കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മനസ്സോടെ ഞാനത് വാങ്ങിച്ചു ഗൈസ്. എന്നിട്ട് അങ്ങനെ പമ്പ് ചെയ്യാണ്. ഓരോ കളേഴ്സിലുള്ള ബലൂണാണ് കേട്ടോ. ഡിഫറെൻറ്റ് കളേഴ്സുള്ള മൾട്ടി കളേർഡ് ബലൂൺസ് കിട്ടുമായിരുന്നു. അതാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്യണം, ഓഫ് കോഴ്സ്. അപ്പം അപ്പോൾ വരുന്നതിൻ്റെ മുന്നേ അവന് സർപ്രൈസായിട്ട് ഒരു ഡെക്കറേഷൻ പോലെ ചെറിയ കുഞ്ഞ് സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷൻ സെറ്റ് ചെയ്തിട്ട് അവനെ സർപ്രൈസ് ആക്കുക എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ. പക്ഷേ ജസ്റ്റ് വെയിറ്റ്, ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും കൊളാവും എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടു തന്നെ അറിയാം. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഞാൻ ആനിവേഴ്സറിൻ്റെയും ബർത്ത്ഡേൻ്റെ ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത സമയത്ത് കുഴപ്പമില്ല, ബട്ട് ഞാൻ വിചാരിച്ചൊരു രീതിയിലോട്ട് അത് വന്നിട്ടില്ല. കാര്യം നമുക്ക് ഈ റിയാലിറ്റി വേഴ്സസ് എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവുമല്ലോ. ഞാനെല്ലാം ലാസ്റ്റ് മിനിറ്റിൽ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ഔട്ട് എനിക്ക് കിട്ടാറില്ല. അപ്പോൾ എന്നിട്ട് ഓരോ തവണയും ഞാനിങ്ങനെ വിചാരിക്കും അടുത്ത പ്രാവശ്യം നന്നാക്കണമെന്ന്. എന്നാലും എനിക്ക് തോന്നുന്നു നമ്മളീ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ ഇടുന്ന എഫേർട്ട് തന്നെ കുറച്ച് വലിയ കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്ന കാര്യം. അപ്പൂന് ബേസിക്കലി ഇങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുക, കേക്ക് വാങ്ങിക്കുക, കട്ട് ചെയ്യുക, ഡെക്കറേറ്റ് ചെയ്യുക അതൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷെ ഞാനാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ് താനും. അപ്പം ഞങ്ങൾ രണ്ടുപേരും രണ്ട് രീതിയിൽ ചിന്തിക്കുന്നതാണ്. അവന് ഫോട്ടോ പോസ്റ്റ് ചെയ്യാനോ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകാനോ ഒന്നും താല്പര്യമില്ലാത്ത ആളാണ്. ബട്ട് എനിക്കിതെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. സോ നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാരുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ. അപ്പം എല്ലാ ദിവസവും ഒരുപോലെ ബർത്ത്ഡേസും കടന്നു പോകുമ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ മെമ്മറബിൾ ആക്കണ്ടേ. സോ അങ്ങനെ ഞാൻ 4 കളേഴ്സിലുള്ള ബലൂണാണ് ഞാൻ 2 പെയറായിട്ട് ഞാനിവിടെ ഞാൻ ഊതി എന്നൊന്നും പറയുന്നില്ല, ബലൂൺ പമ്പ് ചെയ്തിട്ട് ഞാൻ കെട്ടി വെച്ചത്. അപ്പോൾ ഇത് ഞാൻ ആദ്യം വിചാരിച്ചത് എൻ്റെ റൂമിൽ പ്ലേസ് ചെയ്യാമെന്നായിരുന്നു. പക്ഷേ പിന്നീട് റൂമിൽ നിന്ന് അത് മാറ്റി ഞാൻ. കാര്യം റൂമിൽ അത് മര്യാദയ്ക്ക് നിൽക്കുന്നില്ല. ഗൈസ്, ഇത് ഞാൻ ചെയ്തെടുത്ത പരിപാടിയാണ്. ആ കാണുന്ന നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, അത് വെള്ളമായിട്ട് പൊടിഞ്ഞ് വരുന്നതാണ്. അത് വിടാം ഗൈസ്. ഇതാണ് എൻ്റെ സെറ്റപ്പ്. ഈ നടുവിൽ വെച്ചിരിക്കുന്ന ഞാൻ ചെറിയൊരു മരക്കഷ്ണത്തിൻ്റെ ഒരു വട്ടത്തിലുള്ളൊരു സാധനമാണ്. എൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. കേക്ക് വരുമ്പോൾ അത് അതിൽ പ്ലേസ് ചെയ്തിട്ട് ഈ റെഡ് ക്യാൻഡിൽസ് കത്തിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നത്. വേറെ പരിപാടിയൊന്നുമില്ല. പക്ഷെ ഇത് ഫുള്ള് കിട്ടിയാൽ മതിയായിരുന്നു. ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇത് ഫുള്ള് കിട്ടും. പക്ഷേ 60:9 വയ്ക്കുന്ന സമയത്ത് കിട്ടില്ല. അപ്പോൾ ഇതാണ് ഈ എൻ്റെ ഡെക്കറേഷൻ പരിപാടികൾ. ബാക്കി ഞാൻ കേക്ക് വന്ന് കട്ട് ചെയ്ത് മുറിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ബൈ. ഇതിലൊരു ടെസ്റ്റ് ഉണ്ട് ഗൈസ്. ടെസ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാകും. ഞാൻ വലിയ കാര്യത്തിൽ റൂമിൽ നല്ല വൃത്തിയിൽ ഇതെല്ലാം എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഞാൻ ഒട്ടിച്ച് വെച്ചാണ് ആ ചുമരിൻ്റെ മുകളിൽ. അപ്പോൾ വന്ന് കുറച്ച് കഴിഞ്ഞ് ഞാൻ പറയുന്നത് ഇവിടെ വേണ്ട എന്നുള്ളത്. അവൻ വന്നപ്പോഴാണ് പറയുന്നത് ഇവിടെ നിന്ന് എനിക്ക് കേക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ല, നീ ഇതെല്ലാം കൂടെ കൊണ്ടുപോയി ഹാളിൽ വെക്കുകയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല. ഞാൻ വളരെ കഷ്ടപ്പെട്ട് രാത്രി 12 മണിക്ക് ഇത് സെറ്റ് ചെയ്ത് വെച്ച് ആ ബലൂണ് താഴെ പോകുന്നുണ്ടോ നോക്കിയിട്ട് അവൻ പറയുന്നത് ഇവിടെ വേണ്ട, നമുക്ക് ഹാളിൽ വെക്കാം, ഹാളിൽ നിന്ന് കട്ട് ചെയ്യാം, റൂമിലൊരു രസമില്ല. കാര്യം നിങ്ങൾക്ക് ആ വീഡിയോയിൽ കണ്ടാറ് റൂമിൻ്റെ ഒരു സൈഡ് ആകെ പെയിൻ്റൊക്കെ പോയി ആകെ ഇരിക്കുവാണ്. അപ്പോൾ അത് നമ്മൾ നന്നാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബാത്റൂം വരുന്നത്. അപ്പോൾ ആ ബാത്റൂമിൻ്റെ സൈഡിൽ നിന്ന് ചെറിയൊരു ലീക്ക് ഉണ്ട്. ആ ലീക്ക് കാരണമാണ് പെയിൻറ്റിങ്സ് മൊത്തം ഇളകി വന്നത്.
അത് നമ്മൾ നന്നാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് മെയിൻ്റനൻസ് ടീമിൻ്റെ അടുത്ത് ഇവിടെ സൊസൈറ്റിയിലുള്ള. അപ്പോൾ അവൻ പറഞ്ഞു അവിടെ നിന്ന് എടുക്കേണ്ട ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല, റൂമിൽ നിന്ന് ആരെങ്കിലും കേക്ക് കട്ട് ചെയ്യും. റൂമിൽ നിന്ന് കേക്ക് കട്ട് ചെയ്യുമ്പോൾ അവനത് താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മളത് ഷിഫ്റ്റ് ചെയ്തിട്ട് ഹാളിൽ, അത് നമ്മുടെ മെയിൻ ഹാളുണ്ടല്ലോ, ഇതാണ് ഹാള്, അപ്പോൾ ഇവിടെ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാനാക്കി. എന്നിട്ട് അപ്പോൾ തന്നെയാട്ടോ ഇതെല്ലാം സെറ്റ് ചെയ്ത് കണ്ട ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഈ ബലൂണെല്ലാം താഴെ പോവുക. കാര്യം ഞാൻ ആദ്യം ഇത് വേറൊരു പശ വെച്ചായിരുന്നു ഒട്ടിച്ചത്. അപ്പോൾ ഇത് ഒട്ടിച്ചത് നമ്മുടെ മറ്റേ സെല്ലോ ടൈപ്പില്ലേ, വൈറ്റ് കളറിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള, അത് വെച്ചാൽ ഒട്ടിച്ച്, അതുകൊണ്ട് നിൽക്കില്ല. അപ്പോൾ ഇതെല്ലാം ലാസ്റ്റ് മിനിറ്റിലാണ് ചെയ്യുന്നത്. അതായത് അവൻ്റെ ബർത്ത്ഡേക്ക് അവൻ നൈറ്റ് ഷിഫ്റ്റ്, അപ്പം നൈറ്റ് ഷിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ അവൻ ഉറങ്ങുന്നതിൻ്റെ മുന്നെയാണ് ഇതെല്ലാ പരിപാടികളും ചെയ്യുന്നത്. ആൻഡ് ഗൈസ്, ഇതിൽ ഏറ്റവും വലിയ കോമഡി പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് വേണമല്ലോ. കേക്ക് ഞാൻ അഗൈൻ ബ്ലിങ്കിട്ടിൽ നിന്ന് തന്നെയാണ് ഓർഡർ ചെയ്തത്. എന്തോ ഒരു സംതിങ് ചോക്ലേറ്റ് വാല കേക്ക് ഞാൻ ഓർഡർ ആക്കി. പക്ഷേ കോമഡി എന്താണെന്ന് വെച്ചാൽ കേക്ക് വന്നില്ല. കേക്ക് വന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ സാധനങ്ങളും ബാക്കി അയാൾ കൊണ്ടുത്തന്നു. കേക്കിന് പകരം അയാൾ പറയാണ് ഈ കേക്ക് ഇവിടെ ഇല്ല കേട്ടോ എന്ന് പറഞ്ഞത്. എന്നിട്ട് രണ്ടാമത് ഓർഡർ ചെയ്ത കേക്കാണ് ഗൈസ്. ഇതെന്തോ അതിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, ചോക്ലേറ്റ് തന്നെയാണ് ഫ്ലേവർ. ആദ്യം ഞാൻ ഓർഡർ ചെയ്ത സാധനം പറഞ്ഞത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. എന്നാൽ പിന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ അവർ അതിനകത്ത് എഴുതി വെക്കണത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. പക്ഷെ അവരതൊന്നും മെൻഷൻ ചെയ്തില്ല. എനിക്ക് അന്ന് വന്ന ദേഷ്യമുണ്ട്. കാര്യം എൻ്റെ ഒരു മൈൻഡിൽ അപ്പോൾ വരുന്നതിൻ്റെ മുന്നേ കേക്കെല്ലാം പിന്നെ സെറ്റ് ചെയ്ത് ക്യാൻഡിലൊക്കെ കത്തിച്ച് കട്ട് ചെയ്യണം, അവന് സർപ്രൈസ് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ പണിയെല്ലാം പാളി. അവൻ നേരത്തെ വന്നു. ഞാൻ തന്നെ അവനോട് നേരത്തെ വരാൻ പറഞ്ഞത് വേറെ കാര്യം. അവൻ നേരത്തെ വന്നു. അവൻ പറഞ്ഞു റൂമിൽ നിന്ന് കേക്ക് കട്ട് ചെയ്യണ്ട, ഹാളിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. ഹാളിലേക്ക് മാറ്റി കേക്ക് അവൻ വന്ന് കുറേ കഴിഞ്ഞിട്ടാണ് കേക്കും വന്നത്. അങ്ങനെ ഇത്തവണത്തെ എൻ്റെ ബർത്ത്ഡേ പരിപാടിയും ഞാൻ വിചാരിച്ച പോലെയല്ല. സ്റ്റിൽ ഐ എം ഹാപ്പി. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തു. നമ്മൾ വെറുതെ എക്സ്പെക്റ്റേഷൻ ഭയങ്കര ഹൈ ആയിട്ട് വെച്ചിട്ട് കാര്യമില്ല. ആൻഡ് അവൻ ഹാപ്പിയാണ്. കാര്യം അവന് പ്രശ്നമില്ല. അവന് ഞാനിങ്ങനെയുള്ള കുഞ്ഞു എഫേർട്ട് ഇടുന്നത് തന്നെ വലിയ കാര്യമാണെന്ന് വിചാരിക്കുന്നു ഞാൻ. സോ നെക്സ്റ്റ് ടൈം ഇതിലും ബെറ്ററായിട്ട് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഓരോ തവണയും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന സ്ഥിരം ക്ലീശേ കാര്യമാണ്. ബട്ട് എനിക്ക് പറ്റുന്ന പോലെ ചെറുത് കുഞ്ഞായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര ആർഭാടാക്കിയിട്ട് സെറ്റ് ചെയ്തൊന്നുമല്ല. ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. കാര്യം ഞാൻ എപ്പോൾ എന്ത് സെലിബ്രേഷൻ്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോഴും അതിലെന്തെങ്കിലുമൊക്കെ ഒരു വള്ളികളുണ്ടാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ബർത്ത്ഡേ വ്ലോഗ്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ.